ഹായ് ഫ്രണ്ട്സ്, എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള രണ്ടാം ടെസ്റ്റിൻ്റെ മൂന്നാം ദിവസം 77-3 എന്ന രീതിയിൽ ബാറ്റിംഗ് പുനരാരംഭിച്ച ഇംഗ്ലണ്ടിന് 84 റൺസ് എത്തിയപ്പോഴേക്കും ജോ റൂട്ടിനെ നഷ്ടമായി. മുഹമ്മദ് സിറാജാണ് ജോ റൂട്ടിൻ്റെ വിക്കറ്റ് നേടിയത്. ഇംഗ്ലണ്ടിൻ്റെ മുഖത്ത് ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. തലേനാൾ 25-3 എന്ന നിലയിൽ നിന്നും ഇംഗ്ലണ്ടിനെ 77-3 എന്ന നിലയിലേക്ക് പതുക്കെ ജോ റൂട്ടും ബെൻ സ്റ്റോക്സും ഹാരി ബ്രൂക്കും ചേർന്ന് പതുക്കെ ഇംഗ്ലണ്ടിൻ്റെ സ്കോറ് ഉയർത്തിക്കൊണ്ടുവന്നു. 77-3 എന്ന നിലയിൽ തലേദിവസം വലിയ നഷ്ടങ്ങളില്ലാതെ നിർത്തിയെടുത്തു നിന്നും മുഹമ്മദ് സിറാജാണ് ജോ റൂട്ടിനെ പുറത്താക്കി 84-4 എന്ന നിലയിലേക്ക് ഇംഗ്ലണ്ട്. ആ ഒരു ഞെട്ടലിൽ നിന്ന ഇംഗ്ലണ്ടിനെ തൊട്ടടുത്ത ബോളിൽ ഇംഗ്ലണ്ടിൻ്റെ ക്യാപ്റ്റനെയും നഷ്ടമായി. 84-5 എന്ന നിലയിലേക്ക് ഇംഗ്ലണ്ടിനെ തള്ളിവിട്ടു. ഇന്ത്യൻ ആരാധകരുടെയും ഇന്ത്യൻ കളിക്കാരുടെയും കോച്ചിൻ്റെയും എല്ലാം മുഖത്ത് വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു സമയമായിരുന്നു അത്. നിർഭാഗ്യമെന്ന് പറയട്ടെ, അവിടെ നിന്നും തുടങ്ങിയായിരുന്നു ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിംഗ് ജൈത്രയാത്ര. ഹാരി ബ്രൂക്ക് ഒരറ്റത്ത് പിടിച്ചു നിൽപ്പുണ്ടായിരുന്നു. ജോ റൂട്ടിൻ്റെയും ബെൻ സ്റ്റോക്സിൻ്റെയും പുറത്താകലിന് ശേഷം ഹാരി ബ്രൂക്കിന് കൂട്ടായി എത്തിയത് ജാമി സ്മിത്ത് എന്ന 24-കാരൻ വിക്കറ്റ് കീപ്പറായിരുന്നു. ഇംഗ്ലണ്ടിൻ്റെ വിക്കറ്റ് കീപ്പറായ ജാമി സ്മിത്ത്, അദ്ദേഹം ഹാരി ബ്രൂക്കിന് കൂട്ടായി എത്തി. അവിടെ നിന്നും ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിംഗ് ശൈലിയിൽ കാണാൻ കഴിഞ്ഞത് ഒരു വെടിക്കെട്ട് തന്നെയായിരുന്നു. എപ്പോഴും 100-ന് മുകളിൽ സ്ട്രൈക്ക് റേറ്റ് കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജാമി സ്മിത്ത് ഒരറ്റത്ത് അടിച്ചു തകർത്തപ്പോൾ അത്യാവശ്യം പ്രതിരോധിച്ചും അടിച്ചു തകർത്തും ഹാരി ബ്രൂക്കും ബാറ്റിങ്ങിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. അങ്ങനെ 84-5 എന്ന നിലയിൽ നിന്നും ഇംഗ്ലണ്ടിനെ 303 റൺസ് സ്റ്റാൻഡിൽ 303 റൺസ് പാർട്ണർഷിപ്പിൽ ഹാരി ബ്രൂക്കും ഇംഗ്ലണ്ടും 387 റൺസ് വരെ എത്തിച്ചു. ഹാരി ബ്രൂക്ക് 158, ജാമി സ്മിത്ത് 184 റൺസാണ് നേടിയത്. ഹാരി ബ്രൂക്ക് സ്ട്രൈക്ക് റേറ്റ് 100-ൽ താഴെയാണെങ്കിലും 100-ൽ താഴെയായിരുന്നു എപ്പോഴും ഉണ്ടായിരുന്നത്. പക്ഷേ ജാമി സ്മിത്ത് എപ്പോഴും 100-ന് മുകളിൽ സ്ട്രൈക്ക് റേറ്റ് കാത്തു സൂക്ഷിക്കാൻ ശ്രമിച്ചു. പിന്നീട് 100 കഴിഞ്ഞപ്പോൾ അദ്ദേഹം കുറച്ച് പ്രതിരോധിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് 100-ൽ താഴെയായത്. 184 റൺസാണ് ഹാരി ബ്രൂക്ക് നേടിയത് വെറും 207 ബോളിൽ. അതിൽ 21 ബൗണ്ടറികളും 4 പടുകൂറ്റൻ സിക്സറുകളുമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ മൂന്നാം ദിവസം ജാമി സ്മിത്തും ഹാരി ബ്രൂക്കും അല്ലെങ്കിൽ ഇംഗ്ലണ്ടും ഇന്ത്യയും തമ്മിലുള്ള ടെസ്റ്റിൻ്റെ മൂന്നാം ദിവസം ഫുള്ളായിട്ട് അവർ കൊണ്ടുപോയി എന്ന് കരുതി ഇംഗ്ലണ്ടിൻ്റെ ആരാധകരും എല്ലാം സന്തോഷിച്ച് നിൽക്കുന്ന സമയത്താണ് ഇന്ത്യൻ മുഖത്ത് ചിരി പടർത്തിക്കൊണ്ട്, ഇന്ത്യൻ ആരാധകരെ സന്തോഷിപ്പിച്ചുകൊണ്ട്, ഇന്ത്യൻ കോച്ചിനെയും മറ്റ് കളിക്കാരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് മുഹമ്മദ് സിറാജ് 387-5 എന്ന നിലയിൽ നിന്നും ഇംഗ്ലണ്ടിനെ 407-10, അതായത് 387-ന് ഹാരി ബ്രൂക്ക് 387-ന് പുറത്തായതിന് ശേഷം കഴിഞ്ഞ ടെസ്റ്റിലെ പോലെ വാലറ്റത്തിന് പെർഫോം ചെയ്യാൻ കഴിയാതെ പോയത് ഇംഗ്ലണ്ടിന് വലിയ തിരിച്ചടിയായി. 387-ൽ നിന്ന് വെറും 20 റൺസ് എടുക്കുന്നതിനിടയിൽ അദ്ദേഹം അവരുടെ 10 വിക്കറ്റ് നഷ്ടമായി. ഒന്നാം ടെസ്റ്റിൽ ബുംറയ്ക്ക് ശേഷം ആരും വളരെ നല്ലൊരു ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ചില്ല എന്നുള്ള
വഴികളൊക്കെ ഇങ്ങനെ ഇന്ത്യൻ ആരാധകരിൽ നിന്നും കേട്ടുകൊണ്ടിരുന്ന മുഹമ്മദ് സിറാജ് ഉൾപ്പെടെയുള്ള ബൗളർമാരിൽ നിന്നും. മുഹമ്മദ് സിറാജ് 6 വിക്കറ്റുമായി ഇന്ത്യൻ ബൗളിംഗ് യൂണിറ്റിന് നെടുന്തൂണായി. ബുംറയ്ക്ക് പകരം ടീമിലെത്തിയ ആകാശ്ദീപ് 4 വിക്കറ്റുമായും ഇന്ത്യൻ ടീമിൻ്റെ ബൗളിങ്ങിൽ പ്രധാന പങ്ക് വഹിച്ചു. അങ്ങനെ ബാറ്റിംഗ് പുനരാരംഭിച്ച ഇന്ത്യക്ക് ജയ്സ്വാളും KL രാഹുലും ചേർന്ന് ഒരു തകർപ്പൻ ഓപ്പണിംഗ് പാർട്ണർഷിപ്പാണ് കാഴ്ചവെച്ചത്. വെറും 7.3 ഓവറിൽ 50 റൺസ് പാർട്ണർഷിപ്പാണ് രണ്ടുപേരും ചേർന്ന് നേടിയെടുത്തത്. ഇന്ത്യക്ക് നിലവിൽ 221 റൺസിൻ്റെ ലീഡാണുള്ളത്. പക്ഷേ 51 റൺസ് എടുത്ത് 51 റൺസിൽ നിൽക്കുമ്പോൾ ജയ്സ്വാൾ LBWയിൽ പുറത്തായി. എങ്കിലും വലിയ പരിക്കുകളൊന്നുമില്ലാതെ ഇന്ത്യ 3-ാം ദിവസം അവസാനിപ്പിച്ചു. കരുൺ നായർ ആണ് KL രാഹുലിന് കൂട്ടായി ക്രീസിലുള്ളത്. ജയ്സ്വാൾ 22 ബോളിൽ 28 റൺസും KL രാഹുൽ 28 റൺസ് എടുത്ത് പുറത്താകാൻ നിൽക്കുന്നു. 7 റൺസുമായി കരുൺ നായരും പുറത്താകാൻ നിൽക്കുന്നു. അങ്ങനെ 4-ാം ദിവസം ഇന്ത്യക്ക് എത്രത്തോളം ബാറ്റ് ചെയ്യാൻ സാധിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇന്ത്യയുടെ 2ാം ടെസ്റ്റിലെ വിജയ സാധ്യതകൾ. ജോഷ് ടങ്കാണ് ജയ്സ്വാളിൻ്റെ വിക്കറ്റ് നേടിയത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്, 4-ാം ദിവസത്തെ ബാറ്റിംഗ് എങ്ങനെയായിരിക്കുമെന്ന്.